ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മായാവി മണി മേക്കിംഗ് ഗ്രൂപ്പിലോട്ട് സ്വാഗതം. സോ നമ്മുടെ ഗ്രൂപ്പിൽ ഒരു രജിസ്ട്രേഷൻ ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് അയച്ചിട്ടുണ്ടാവും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലായിരിക്കും നിങ്ങൾ എത്തുക. സോ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ലിങ്കാണത്. സോ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ആ രജിസ്ട്രേഷൻ ലിങ്ക് നമ്മൾ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് എത്തും കേട്ടോ. സോ എങ്ങനെ രജിസ്റ്റർ ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഓക്കെ, സോ നമ്മളിവിടെ ചെയ്യുന്നത് കളർ ട്രേഡിംഗ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പുതിയ മെമ്പേഴ്സ് ആയിരിക്കും. ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും പുതിയ ആൾക്കാരായിരിക്കും. സോ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് അറിയുന്നുണ്ടാവില്ല. അറിയുന്നവരുണ്ടാവും, അറിയാത്തവരും ഉണ്ടാവും. സോ നമ്മളിവിടെ എല്ലാവർക്കും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നായിരിക്കും. അതോടൊപ്പം നമ്മുടെ എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് വെച്ചാൽ രജിസ്ട്രേഷൻ മുതൽ നമ്മൾ നിങ്ങൾക്ക് ഇതിലൂടെ എങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കാം, അതോടൊപ്പം അതെങ്ങനെ വിഡ്രോ ചെയ്യാം, അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ സ്റ്റെപ്പായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും. സോ നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾ സ്റ്റെപ്പായിട്ടുള്ള വീഡിയോസ് ഫുള്ള് നിങ്ങൾ കാണുക. അതോടൊപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ കൂടെ ഇടുന്ന വോയിസ് നിങ്ങൾ കേൾക്കുക. നമ്മളെ ഇൻട്രൊഡക്ഷൻ വോയിസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓരോ സ്റ്റെപ്പിനൊപ്പം വോയിസും ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ കേൾക്കുക. നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് കേട്ടോ. സോ നമ്മൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ വീഡിയോ ഒക്കെ ഫുള്ളായിട്ട് കാണുക. നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. കാരണം നമ്മൾ ഇതിലൂടെ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ സ്കിപ്പ് ചെയ്യരുത്. നമ്മൾ എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഇതിലൂടെ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എങ്ങനെ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതിന് മുന്നേ ഒരു കാര്യം പറയാം. ഈ കളർ ട്രേഡിംഗ് എന്ന് പറയുന്നത് നല്ല രീതിക്ക് എമൗണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഓക്കെ, നല്ല രീതിക്ക് എമൗണ്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇതിപ്പോൾ കേരളത്തിൽ അത്ര ട്രെൻഡിങ് അല്ല. നമ്മുടെ കേരളത്തിന് പുറത്തൊക്കെ ഈ ഹിന്ദിക്കാർ, ബംഗാളികളൊക്കെ ഇല്ലേ, അവരൊക്കെ നല്ല രീതിക്ക് ഇതിലൂടെ പൈസ ഉണ്ടാക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഡെയിലി ലക്ഷങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. സോ നമ്മുടെ കേരളത്തിൽ ഇത് അത്ര ട്രെൻഡിങ് അല്ല. ട്രെൻഡിങ് എന്ന് മാത്രമല്ല, ഇതിനെപ്പറ്റി അറിയാത്തവരാണ് കൂടുതൽ ആൾക്കാരും. സോ നമ്മളിവിടെ ചെയ്യുന്നത് ഇതിനെപ്പറ്റി ബാക്കി ലെവലിലേക്ക് ഒന്ന് ജസ്റ്റ് നോളജ് എത്തിച്ചു കൊടുക്കുക. ഇതിനെ പറ്റിയിട്ടും പറഞ്ഞു കൊടുക്കുക. അതിന് വേണ്ട സപ്പോർട്ടും കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, എല്ലാ സപ്പോർട്ടും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ നമ്മൾ പ്രോഫിറ്റ് ആക്കി എടുക്കും. ഓക്കെ, നിങ്ങൾക്കും എന്നെ പോലെ പ്രോഫിറ്റ് ഉണ്ടാക്കി, ഞാൻ എൻ്റെ പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുപോലെ നിങ്ങൾക്കും എൻ്റെ പോലെ പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. നല്ല രീതിക്ക് എമൗണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. സോ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്കും നല്ല എമൗണ്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അതെങ്ങനെയാണ്, അതിന് വേണ്ട സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. നമുക്ക് ട്രിക്ക് ആൻഡ് ടിപ്സിൻ്റെ ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞുതരാം. ഓക്കെ, സോ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. സോ ഞാൻ നിങ്ങൾക്കൊരു ലിങ്ക് അയച്ചു തന്നിട്ടുണ്ടാവും. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾക്ക് ഒരു ലിങ്ക് അയച്ചു തന്നിട്ടുണ്ടാകും ഗ്രൂപ്പിൽ. അപ്പോൾ ആ ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾ വരിക. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ ആണ്. അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ എങ്ങനെ രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ഫോൺ നമ്പർ എൻ്റർ ചെയ്യണം. ഞാനിവിടെ ഒരു സാധനം കൊണ്ട് ഇങ്ങനെ കാണിച്ചിരുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഫോൺ നമ്പർ, നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുക്കുക. ജസ്റ്റ് ഇങ്ങനെ കൊടുക്കുക. ഓക്കെ, ഞാനിപ്പോൾ ഒരു റാൻഡം ആയിട്ടുള്ളൊരു ഫോൺ നമ്പർ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ഞാനൊരു ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു സെൻഡ് എന്നുള്ളൊരു ഓപ്ഷൻ കണ്ടില്ലേ, ഇത് വെരിഫിക്കേഷൻ കോഡാണ് കേട്ടോ. അത് നിങ്ങളുടെ നമ്പർ തന്നെയാണോ എന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരെന്നെ പറഞ്ഞത്. അപ്പോൾ ആ സെൻഡുമ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അത് സെൻഡ് സക്സസ്ഫുള്ളി. അപ്പോൾ ഒരു വെരിഫിക്കേഷൻ കോഡ് നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് വന്നിട്ടുണ്ടാവും. അതെന്ത് ചെയ്യുക, ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു റാൻഡം ആയിട്ടാട്ടോ നിങ്ങൾക്ക് ചെയ്യുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ അടിച്ച് കൊടുക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ വെരിഫിക്കേഷൻ കോഡ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഒരു പാസ്വേഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യത്തെ കാര്യം, നിങ്ങൾ പാസ്വേഡ് 8 അക്കങ്ങൾ ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ അക്കങ്ങളല്ല, ലെറ്റേഴ്സും നമ്പേഴ്സും കൂടിയിട്ട് 8 ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കണം. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ മെസ്സി എന്നാണ് കൊടുക്കുന്നത്. മെസ്സി. ഇപ്പോൾ ഇത് ടോട്ടൽ 5 അക്ഷരമുണ്ട്. അപ്പോൾ മെസ്സി 1000 അല്ലെങ്കിൽ 1000 കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ടോട്ടൽ എത്രയായി, 4ഉം 8 നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, 8 9 ഉണ്ട്. ജസ്റ്റ് മെസ്സി 100 എന്ന് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. കുറേ ആൾക്കാർ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അതെന്താണെന്ന് വെച്ചാൽ പാസ്വേഡ് ഇങ്ങനത്തെ രീതിയിൽ കൊടുക്കണം. ഇപ്പോൾ നിങ്ങളുടെ പേരെന്താ വെച്ചാൽ, ഇപ്പോൾ മായാവി എന്ന് പറയുമ്പോൾ മായാവി 100 അങ്ങനെ എന്തെങ്കിലും നമ്പർ കൊടുക്കുക, അല്ലെങ്കിൽ മായാവി 10 അങ്ങനെ ഒരു നമ്പർ കൊടുക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ കൺഫേം പാസ്വേഡ് എന്നുണ്ട്. അവിടെ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക, മെസ്സി. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. നിങ്ങളുടെ നെയിമും അതിൻ്റെ കൂടെ ഒരു നമ്പറും ചേർത്തിട്ട് പാസ്വേഡ് ഇട്ടാൽ മതി. മെസ്സി 100. കാരണം നമ്മൾ ഇങ്ങനെ നമ്പർ കൊടുക്കണം. എന്തിനാ വെച്ചാൽ നമ്പറും കൊടുക്കണം. പാസ്വേഡ് ഇടുമ്പോൾ നമ്പറും വേണം, ലെറ്റേഴ്സും വേണം. അതും മാത്രമല്ല, അതൊക്കെ കൂടിയിട്ട് ടോട്ടൽ 8 അക്കങ്ങൾ വേണം. 8 എണ്ണം ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ മെസ്സി എന്ന് പറയുമ്പോൾ 5ഉം പിന്നെ 100 8 എണ്ണമായി. കറക്റ്റ് 8 എണ്ണം ആയിട്ടുണ്ട് ഇപ്പോൾ. ഓക്കെ,
അതിനുശേഷം നമ്മുടെ ഇൻവിറ്റേഷൻ കോഡ് നിങ്ങൾ വന്നിട്ടില്ലേ എന്ന് നോക്കുക. ഓക്കെ, എന്നാലാണ് നിങ്ങൾക്ക് ബോണസ് കിട്ടുള്ളൂ. നമ്മുടെ ഇൻവിറ്റേഷൻ വെച്ച് കോഡ് വെച്ച് കയറുമ്പോൾ നിങ്ങൾക്ക് ബോണസും കാര്യങ്ങളൊക്കെ കിട്ടും. അതോടൊപ്പം എൻ്റെ സപ്പോർട്ടും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എൻ്റെ ലിങ്ക് വഴി ഞാൻ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ലിങ്ക് ഇട്ടിട്ടുണ്ടാവും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് വരുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ആ ഒരു ഇൻവിറ്റേഷൻ കോഡ് വന്നിട്ടുണ്ടായിരിക്കും. സോ നെക്സ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, രജിസ്ട്രേഷൻ എന്ന് ക്ലിക്ക് ചെയ്യുക. രജിസ്റ്റർ എന്ന് കണ്ടില്ലേ, രജിസ്റ്റർ എന്ന് അത് ക്ലിക്ക് ചെയ്യുക. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സംഭവം വരും. ജസ്റ്റ് ഒരു വെരിഫിക്കേഷൻ പ്രോസസ്സാണിത്. അപ്പോൾ ഈ ഒരു ഹോൾഡിൻ്റെ സാധനം കണ്ട, ഈ ഒരു സാധനം പിടിച്ചിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങൾ നീക്കി കൊടുത്താൽ മതി. ഈ ഒരു സാധനം കണ്ടില്ലേ, ആ ഹോൾഡൻ ആ സാധനം പിടിച്ച് ജസ്റ്റ് ഇങ്ങനെ ഇതൊന്ന് കറക്റ്റ് ആക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ആവും. ഇവിടെ ഇപ്പോൾ ഞാൻ വെരിഫിക്കേഷൻ കോഡ് എറർ എന്ന് കാണിക്കുന്നത് എന്താ വെച്ചാൽ, ഞാൻ ഇപ്പോൾ ഒരു റാൻഡം ആയിട്ട് നമ്പർ ഞാൻ അവിടെ കൊടുത്തത് എൻ്റെ നമ്പർ അല്ലേ, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വെറുതെ നമ്പർ അടിച്ചാണ്. അതുകൊണ്ടാണ് എൻ്റെ രജിസ്റ്റർ ആവാത്തത്. അത് നിങ്ങൾ രജിസ്റ്റർ എന്ന് ക്ലിക്ക് ചെയ്തിട്ട് അത് കറക്റ്റായിട്ട് ആ സ്ഥലത്ത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ സക്സസ് ആയിട്ടുണ്ടാവും. ഓക്കെ, ഇനി അടുത്ത കാര്യങ്ങൾ അടുത്ത സ്റ്റെപ്പിൽ പറഞ്ഞുതരാം. ഓക്കെ.